നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത് യേശു കർത്താവിനെ പോലെ നമ്മൾ ജീവിക്കണം, യേശു കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരണം, യേശു കർത്താവിനെ പോലെ നമ്മൾ ആകണം. സോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ സ്വരൂപത്തോടെ അനുരൂപരായി തീരുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചത് അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചവരോട് പകരം ശകാരിച്ചില്ല, കഷ്ടമനുഭവിക്കുമ്പോഴും ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യങ്ങൾ പരിമേൽപ്പിക്കുകയും ചെയ്തു. സോ യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായ ഒരു രൂപം ഈ ദിവസങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാമം ആ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരണം, ഇല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരണം. നമ്മുടെ ലൈഫ് എന്ന് പറയുമ്പോൾ യേശു കർത്താവിൻ്റെ അതേ ലൈഫ് നമ്മുടെ ജീവിതത്തിലൂടെ റിഫ്ലക്റ്റ് ചെയ്യുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സോ ആ ഒരു കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് യേശു കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീരണം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നോക്കുകയാണെങ്കിൽ പാപത്തിൻ്റെതായ പല വിഷയങ്ങളും കടന്നു വരുവാറുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ പാപത്തിൽ വീണു പോകുന്ന, അല്ലെങ്കിൽ പാപം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ യേശു കർത്താവിനെ കുറിച്ച് വായിച്ചത് അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല എന്നാണ്. പക്ഷേ നമ്മളും അതേപോലെ ആയിത്തീരുവാൻ, ഇല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ ഇവിടുത്തെ ക്രിസ്തീയ ജീവിതം നാം മുൻപോട്ട് ജീവിച്ചു പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. കാരണം നമ്മുടെ ജഡത്തിന് എപ്പോഴും ഈ പാപത്തിനോടുള്ള ഒരു ചായ്വ് എപ്പോഴും ഉണ്ട്. എപ്പോഴും പാപം ചെയ്യണമെന്നുള്ള ഒരു പ്രവണത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുമ്പോൾ നാം എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ കാണുവാൻ തക്കണം ഇടയായി തരുന്നത്. നമ്മൾ പാപങ്ങളെ ഏറ്റുപറയുവാൻ തക്കണം ഇടയാകണം. അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ തക്കണം ഇടയാകണം. അതാണ് വായിച്ചത്, അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ, നാം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാവം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടെ നിന്നിട്ട് താഴോട്ട് വായിക്കുന്ന സകല അനീതിയും പോക്കി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. സോ നാം യേശു കർത്താവിനെ പോലെ ആയിത്തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനെ ലക്ഷ്യമാക്കി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം കടന്നു വരുന്നുണ്ട്. പക്ഷേ പാപം കടന്നു വരുമ്പോൾ പാപത്തിൽ തന്നെ തുടർമാനമായിട്ട് ജീവിച്ച് മുൻപോട്ട് പോകുവാനല്ല, അല്ലെങ്കിൽ പാപത്തിൻ്റെതായ ആ ഒരു പ്ലഷറിൽ ജീവിച്ച് മുൻപോട്ട് പോകുവാനുള്ള, പാപം കടന്നു വരുമ്പോൾ ആ പാപം ദൈവസന്നിധിയിൽ വന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയാകണം. ഇല്ലെങ്കിൽ അത് കർത്താവിന് മുൻപാകെ കൺഫസ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം, കർത്താവിന് മുൻപാകെ അഡ്മിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം, കർത്താവിന് മുൻപാകെ സമ്മതിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. കർത്താവേ, ഈ പാപം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു, അങ്ങനെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ അങ്ങേപോലെ ആക്കി തീർക്കണമേ എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് മാത്രമല്ല, പാപം ഏറ്റുപറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം, നാം ആരുടെ മുൻപാകെയാണ് കടന്നു വന്ന് പാപം ഏറ്റുപറയുന്നതെന്ന്. നാം സർവശക്തനായ സകലവും നഗ്നവും മലർന്നതുമായി കാണുന്ന ദൈവത്തോടാണ് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞത്. അതുകൊണ്ട് അതിനെ കവർ ചെയ്തോ, ഇല്ലെങ്കിൽ അതിനെ ഒന്ന് മൂടി മറച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഇന്ന് നോക്കുകയാണെങ്കിൽ സാമുദായിക സഭയിലൊക്കെയും കുമ്പസാരമുണ്ട്. നോക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യനോട് മനുഷ്യനെ പറയുന്ന കാര്യങ്ങളാണ്. സോ എത്രമാത്രം ട്രൂത്ത്ഫുള്ളായിട്ട് പറയുമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കേണ്ടത്, നാം പാവങ്ങൾ ഏറ്റുപറയുന്നത് ദൈവത്തോടാണ് ഏറ്റുപറയേണ്ടത്. ആ ദൈവത്തോട് ഏറ്റുപറയുമ്പോൾ നമ്മുടെ ഉൾപ്പൂവുകളെ ആരാഞ്ഞറിയുന്ന, ഹൃദയങ്ങളെയും അന്തരങ്ങളെയും ശോധന അറിയുന്ന ദൈവത്തോട് നാം പാപം ഏറ്റുപറയുമ്പോൾ നാം അവിടെ ഒന്ന് മൂടി വയ്ക്കുവാനോ ഒന്ന് കവർ ചെയ്യുവാനോ ഇടയാകരുത്. നമ്മളെ മുഴുവനുമായി നമ്മുടെ ജീവിതത്തെ അഡ്മിറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ സമ്മതിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഇടയാകണം. ഈ രാത്രികാലം ഏറ്റുപറയുക, അല്ലെങ്കിൽ കൺഫസ് ചെയ്യുക എന്നൊരു വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ ആഴമായിട്ട് നമ്മൾ ഗ്രഹിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ, നമ്മുടേതായ പലവിധമായ നമ്മൾ പല കാര്യങ്ങൾ ഏർപ്പെടുന്നതിലൂടെ ഒക്കെയും പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റുപറയുവാൻ തക്കണം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപാകെ അത് കൺഫസ് ചെയ്യുവാൻ, സമ്മതിക്കുവാൻ തക്കണം ഇടയാകണം. ഈ ഏറ്റുപറയുന്ന വാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം ഏറ്റുപറയുന്ന വാക്ക് നമ്മളെല്ലാവരും സ്കൂളിൽ വെച്ചായിരിക്കും കേട്ടിട്ടുള്ളത്. നമ്മളെല്ലാവരും സ്കൂളിൽ പ്ലെഡ്ജ് ചെയ്യുമ്പോൾ നമ്മളൊരു ലീഡർ വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർ ആ ഒരു പ്ലെഡ്ജ് പറയുമ്പോൾ നാം അതിനെല്ലാം ഏറ്റു പറയാറുണ്ട്. നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 12th സ്റ്റാൻഡേർഡ് വരെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഏറ്റു പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ പറയുന്ന വ്യക്തി എന്താണോ പറയുന്നത്
അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇല്ലെങ്കിൽ അതിനെ സമ്മതിച്ചുകൊണ്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് നാമും അത് ഏറ്റുപറയുകയാണ്. അതിൻ്റെ അർത്ഥം ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ഇതിനെ അംഗീകരിക്കുന്നു, ഞാൻ ഇതിനെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ ആ പ്ലെഡ്ജ് ഏറ്റു പറയുന്നത്. പക്ഷെ ബൈബിളിലോട്ട് ഇത് നമ്മൾ ചെയ്ത കാര്യമാണ്. സോ ഇതാണ് നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായ നേതാക്കന്മാരൊക്കെയും ചില കാര്യങ്ങളൊക്കെയും വിളിച്ചു പറയുമ്പോൾ അവരുടെ അണികൾ അതിനെ ഏറ്റു പറയുന്നു. എന്തുകൊണ്ടാണ് ഏറ്റു പറയുന്നത്? അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ അംഗീകരിക്കുന്നു. അങ്ങനെ ബൈബിൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പാപം ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഒരു കാര്യത്തെക്കുറിച്ച് എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ നാം ഏറ്റു പറയുന്ന എന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ പാപത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്താണോ പറയുന്നത് നാം അതിനെ അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഏറ്റു പറയുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് ദൈവം എന്തു പറയുന്നു അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പറയുക. സോ എക്സാമ്പിൾ നോക്കിയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണ്, പലപ്പോഴും നമ്മൾ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ആരും ഞാൻ പാപം ചെയ്തു എന്ന് പറയുവാൻ ധൈര്യപ്പെടുന്നില്ല. നമ്മൾ എന്താണ് സാധാരണയായിട്ട് പറയുന്നത്? എനിക്കൊരു അബദ്ധം സംഭവിച്ചു പോയി, ഞാൻ അറിയാതെ വീണു പോയി, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചു പോയി. ഇതൊക്കെയുമാണ്. നോക്കിയാണെങ്കിൽ നമ്മൾ ആരും ഡയറക്റ്റായിട്ട് പാപം എന്ന് പറയുന്നില്ല, മറിച്ച് കുറവ് സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു, അറിയാതെ പറഞ്ഞു പോയി, ഇല്ലെങ്കിൽ അതിൽ വീണുപോയി, സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് ഇത് പറ്റിപ്പോയി. ഇതൊക്കെയുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം പറയുവാൻ തൊക്കെ മടിയാകുന്നത്. സോ ഇതേ കാര്യം തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? അബദ്ധം സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു, വീണ് സംഭവിച്ചു, കുറവ് സംഭവിച്ചു. ഇതാണ് നമ്മൾ സാധാരണമായിട്ട് പറയാറുള്ളത്. പക്ഷെ ഇതേ കാര്യത്തെ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണെങ്കിൽ ദൈവം എന്തായിരിക്കും പറയുന്നത്? മോനെ, നിന്റെ അബദ്ധം നീ പറയുന്നത്, തെറ്റ് നീ പറയുന്നത്, കുറവൊക്കെ എന്താണ്? ഇറ്റ്സ് എ സിൻ. അത് ദൈവം അതിനെ സിന്നെന്ന് അല്ലെങ്കിൽ പാപമെന്നാണ് പറയുന്നത്. ദൈവത്തിന് അവിടെ വേറൊരു അബദ്ധമെന്നോ കുറവെന്നോ ഇല്ലെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്നൊന്നും വേറെ വാക്ക് പറയുന്നില്ല. പറയും നീ ചെയ്തത് പാപമായ വിഷയമാണ്, ഇറ്റ്സ് എ സിൻ എന്നാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് ഏറ്റു പറയുമ്പോൾ ദൈവം ആ വിഷയത്തെ നോക്കിയിട്ട് പാപമെന്ന് ഏറ്റു പറയുമ്പോൾ അല്ലെങ്കിൽ പാപമെന്ന് ദൈവം വിളിച്ചു പറയുമ്പോൾ നാമും അതിനെ ഏറ്റു പറയണം. എന്ത്? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം അത് പാപമായ വിഷയം തന്നെയാണെന്ന് ദൈവത്തിന് മുൻപാകെ സമ്മതിക്കുവാൻ ഇല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുവാൻ തൊക്കെ ഇടയാകണം. അതാ ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുൻപാകെ കടന്നു വരുന്ന ദൈവം ആ വിഷയത്തെ നോക്കി എന്താണോ പറയുന്നത്, ഇല്ലെങ്കിൽ ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യത്തെ ദൈവം നോക്കിയിട്ട് എന്താണോ പറയുന്നത് അതിനെ നാം ഏറ്റു പറയുക. അവിടെ വന്ന് ഒരു കവറിങ്ങും വെക്കുവാൻ പാടില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിഷയത്തെ നോക്കി ദൈവം എന്തു പറയുന്നോ അതിനെ നാം അങ്ങനെ തന്നെ ഏറ്റു പറയുക. പാപമാണെങ്കിൽ പാപം തന്നെ ദൈവത്തിന് മുൻപാകെ പാപമാണെന്ന് നാം സമ്മതിച്ചു കൊടുക്കുക. അവിടെ പോയിട്ട് നമ്മുടേതായ ഭംഗി വാക്കുകളോ ഇല്ലെങ്കിൽ നമ്മുടേതായ മയപ്പെടുത്തുന്ന വാക്കുകളോ ഒന്നും പറയുവാൻ തൊക്കണം ഇടയാകരുത്. മനുഷ്യരുടെ മുൻപാകെ നാം ഇതൊക്കെ പറയും, കർത്താവേ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഇത് പറ്റിപ്പോയി ഇല്ലെങ്കിൽ വീണുപോയി എന്നൊക്കെ പറയും. പക്ഷേ ദൈവം നോക്കിയിട്ട് ആ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നോ അതന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നാമം ഏറ്റു പറയേണ്ടത്. സോ ഇതൊക്കെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന സങ്കീർത്തനമാണ് സങ്കീർത്തനം 32 സങ്കീർത്തനം 51. സോ ഈ ഒരു 51-ാം സങ്കീർത്തനത്തിൽ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് ഒരു അബദ്ധം സംഭവിച്ചതിന് ശേഷം ദാവീദ് എഴുതിയൊരു സങ്കീർത്തനമാണ് 51-ാം സങ്കീർത്തനം. ആ വിഷയത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. പക്ഷേ 51-ന്റെ 4-ാം വാക്യം വായിക്കുകയാണെങ്കിൽ ദാവീദ് വന്ന് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് പറയുന്നത്? 51-ന്റെ 4 ഒന്ന് വായിക്കാമോ? നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദാവീദ് നോക്കിയാണെങ്കിൽ ദൈവത്തിന്റെ മുൻപാകെ കടന്നു വന്നിട്ട് ദാവീദ് ദൈവത്തോട് പറയുന്നില്ല, കർത്താവേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം സംഭവിച്ചു പോയി, ഇല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാൻ മട്ടുപ്പാവിൽ ഉല്ലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അറിയാതെ എൻ്റെ കണ്ണവിടേക്ക് നോക്കിപ്പോയപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ വീണുപോയി, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ തെറ്റ് സംഭവിച്ചു പോയെന്ന് ദാവീദ് അവിടെ മയപ്പെടുത്തുന്ന വാക്കുകളല്ല പറയുന്നത്, ഇല്ലെങ്കിൽ കുറവ് സംഭവിച്ചു തെറ്റ് സംഭവിച്ചു എന്നല്ല പറയുന്നത്. മറിച്ച് ദാവീദ് പറയുന്ന ഒരു കാര്യം എന്ത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്തു. നോക്കിയാണ് ദാവീദ് ദൈവത്തിന് മുൻപാകെ ആ വിഷയത്തെ കൊണ്ടുവരുമ്പോൾ ദാവീദിനറിയാം ദൈവം ആ വിഷയത്തെ അത് പാപമായിട്ട് തന്നെയാണ് കാണുന്നത്. ദാവീദും അത് തന്നെ ഏറ്റു പറയുന്നത്, കർത്താവേ ഞാൻ നിന്നോട്
പാപം ചെയ്തു പോയി. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡും അത് തന്നെയായിരിക്കണം. ഒന്ന് കവർ ചെയ്ത് അല്ലെങ്കിൽ മയപ്പെടുത്തി പറയുകയല്ല, ന്യായീകരിച്ച് പറയുകയല്ല, മൂടിമറിച്ച് പറയുകയല്ല. ദൈവം ആ വിഷയം, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷയത്തെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ തന്നെ ഏറ്റു പറയുക. അതിന്റെ 51 സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ പ്രകൃതപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. അവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നിട്ട് താഴോട്ട് വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിച്ചോ. കർത്താവേ, ഞാൻ നിന്നോട് ലംഘനം ചെയ്തു, ഞാൻ നിന്നോട് അകൃത്യം ചെയ്തു, ഞാൻ നിന്നോട് പാപം ചെയ്തു. നോക്കിയാണെങ്കിൽ ദാവീദ് അതിന് വേറെ വാക്കുകളൊന്നും പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയി, കുറവ് സംഭവിച്ചു പോയി, അറിയാതെ ടെറസിൽ ഉലാത്തിയപ്പോൾ നടന്നുപോയ കാര്യമാണെന്നൊന്നുമല്ല പറയുന്നത്. ദാവീദ് പറയുന്ന, കർത്താവേ, നിന്റെ നിയമത്തിൽ ഇല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിൽ പറയുന്ന കൽപ്പനകളെ ഞാൻ ലംഘിക്കുവാൻ തക്കോണമിടയായി തീർന്നു. അങ്ങയുടെ വചന നിയമത്തിൽ, അങ്ങയുടെ കൽപ്പനകളുടെ നിയമം ഇല്ലെങ്കിൽ വചനത്തിന്റെ നിയമത്തെ ഞാൻ ലംഘിക്കുവാൻ തക്കോണമിടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ അകൃത്യം. എന്തുവാണ് അകൃത്യം? ദൈവത്തിന്റെ മുൻപാകെ കൃത്യമല്ലാത്തതാണ് അകൃത്യം എന്ന് പറയുന്നത്. ദൈവത്തിന് മുൻപാകെ ശരിയല്ലാത്തത്, ദൈവത്തിന് മുൻപാകെ നേരില്ലാത്തത്, അതാണ് അകൃത്യം എന്ന് പറയുന്നത്. ദാവീദിനറിയാം, ഞാൻ ഈ ചെയ്ത കാര്യം ദൈവത്തിന് മുൻപാകെ കൃത്യതയുള്ളതല്ല. ദൈവം സർവവും കൃത്യമായിട്ട് ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ചെയ്ത ഈ പ്രവൃത്തി ദൈവത്തിന് മുൻപാകെ കൃത്യമായിട്ടുള്ളതല്ല, അത് അകൃത്യമായിട്ടുള്ളതാണ്. എന്നിട്ട് പറയുക, ഞാൻ ദൈവത്തിന് മുൻപാകെ അനിഷ്ടമായതുള്ളത് ചെയ്തു, ദൈവത്തിന് ഹിതകരമല്ലാത്തത്, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് ഞാൻ ചെയ്യുവാൻ ഗുണമിടയായി തീർന്നു. ഇത് തന്നെയാണ് 32 സങ്കീർത്തനം കാണുവാൻ കഴിയുന്നത്. സോ ദാവീദ്, ഞാൻ പറയുവാൻ ആഗ്രഹിച്ച കാര്യം ഇതാണ്. ഏറ്റു പറയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആ വിഷയത്തെ ദൈവത്തിന് മുൻപാകെ കൊണ്ടുവന്ന് ആ വിഷയത്തെ ദൈവം എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ നാം ഏറ്റു പറയുക. അവിടെ ദൈവത്തിന് മുൻപാകെ കടന്നു വന്ന് നമ്മുടേതായ ഒരു ഭംഗി വാക്കുകളോ ഇല്ലെങ്കിൽ നമ്മുടേതായ മയപ്പെടുത്തുന്ന വാക്കുകളോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ന്യായീകരിക്കുന്ന വാക്ക്, കർത്താവേ അവരിങ്ങനെ എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ അവിടെ പോകേണ്ടത് കൊണ്ട് ഈ സാഹചര്യത്തിൽ ആയിപ്പോയി, ഒന്നുമല്ല. ദൈവം എങ്ങനെയാണോ നോക്കുന്നത് അത് അങ്ങനെ തന്നെ ദൈവത്തിന് മുൻപാകെ ഏറ്റുപറയുക. പാപം ചെയ്തു പോയെന്ന് ഇല്ലെങ്കിൽ അകൃത്യം വന്നുപോയി ഇല്ലെങ്കിൽ ലംഘനം വന്നുപോയെന്ന് ദൈവത്തിന് മുൻപാകെ ഏറ്റുപറയുവാനുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഗുണമിടയാകണം. സോ ദാവീദ് അതാണ് ചെയ്തത്. ഒരു സെൽഫ് പിറ്റി എടുത്തില്ല. നോക്കിയാണെങ്കിൽ ദാവീദ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, നമുക്കെല്ലാം നമ്മളോട് തന്നെ എപ്പോഴും ഒരു സെൽഫ് പിറ്റി തോന്നുന്നത്, ഞാൻ ബലഹീനനായ മനുഷ്യനാണ്, ഇല്ലെങ്കിൽ ഈ ഏരിയാസിലൊക്കെ ഞാൻ വീക്കാണ്, ഇതെൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്, ഇല്ലെങ്കിൽ എൻ്റെ സംസാരത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്തു പോകുന്നു. പലപ്പോഴും നമ്മളെ തന്നെ ന്യായീകരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മളെ തന്നെ എന്തുവാണ് കവർ ചെയ്ത് ഇല്ലെങ്കിൽ നമ്മളെ തന്നെ മൂടി വെക്കുന്ന അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്കത് എൻ്റെ ബലഹീനമായ കാര്യമാണ്. കർത്താവ് അതെല്ലാം അറിയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തെ ദൈവം എങ്ങനെയാണോ കാണുന്നത്, സെൽഫ് പിറ്റി അല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ദൈവത്തിന് മുൻപാകെ കടന്നു വരുന്ന നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുമ്പോൾ ദൈവം ആ വിഷയത്തെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ കാര്യങ്ങളെ, അത് പാപമാണെങ്കിൽ പാപമായിട്ട് തന്നെ ദൈവത്തിന് മുൻപാകെ ഏറ്റുപറയുക. നാം പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. അവിടെ വേറൊന്നും മൂടി വെക്കുവാനോ മറച്ചു വെക്കുവാനോ ഇടയാകുവാൻ തക്കോണം ഇടയാകരുത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നാം പാപങ്ങളെ ഏറ്റു പറയണം. ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മളൊന്നും കവർ ചെയ്യരുത്, ഒന്നും മൂടി വെക്കരുത്, ഒന്നും ഭംഗിവാക്ക് പറയരുത്, ഇല്ലെങ്കിൽ ഒന്നും അതിനെ ന്യായീകരിക്കുവാൻ തക്കോണം ഇടയാകരുത് ദൈവത്തിന്. കാരണം ദൈവം നമ്മളെ അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മനോഭാവങ്ങളും നമ്മൾ എങ്ങനെയാണ് പ്രതികരിച്ചത്, ഏത് സാഹചര്യത്തിലാണ് സംസാരിച്ചത്, ഇതെല്ലാം ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിന് മുൻപാകെ കടന്നു വന്ന് നാം ഒന്നും ദാവീദിന്റെ ജീവിതത്തിൽ ആ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആ പാപത്തിൽ വീണു പോകുവാൻ തക്കോണം ഇടയായത്. ദാവീദിന് ദൈവത്തിന് മുൻപാകെ അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ദൈവം സിന്നിനെ സിന്നായിട്ട് കാണുമ്പോൾ നാം സിന്നായിട്ട് തന്നെ ദൈവത്തിന് മുൻപാകെ അഡ്മിറ്റ് ചെയ്യുവാൻ തക്കോണം ഇടയാണ്. കർത്താവ് ഞാൻ പാപം ചെയ്തു പോയി എന്നുള്ള ധൈര്യമായിട്ട് ദൈവത്തിന് മുൻപാകെ കടന്നൊന്ന് പറയുവാൻ തക്കോണം ഇടയാകണം. വേറൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഞാൻ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് ഇത് ചിന്തിക്കണം. നമ്മൾ യേശു കർത്താവിനെ പോലെ ആകണമെന്നുള്ളതാണ്. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ യേശു കർത്താവ് നമ്മൾ പിന്തുടരുവാൻ യേശു കർത്താവ് ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരണമെന്നാണ്. സോ നമ്മുടെ ജീവിതത്തിൽ പാപം വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അത് ഏറ്റുപറയണം. ഏറ്റുപറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അതിനെ കവർ ചെയ്യരുത്, ഇല്ലെങ്കിൽ അതിനെ ഒന്ന് പോളിഷ് ചെയ്തൊന്നും പറയരുത്. പാപമാണെങ്കിൽ പാപമായിട്ട് തന്നെ പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും പാപം ചെയ്യുന്ന അറിഞ്ഞും അറിയാതെയൊക്കെയും പാപം
വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പാപം കടന്നു വരും പല കാര്യങ്ങളും നമുക്കത് പാപമായിട്ട് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ പാപമാണെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം ഒരു കാലക്രമേണ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിത ശൈലിയിൽ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ രീതിയായിട്ട് തന്നെ മാറിക്കളഞ്ഞു. അത് അങ്ങനെ തന്നെ ആയിപ്പോയി. സോ പല വിഷയങ്ങളും അതിന് പാപമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ഇതൊരു പാപമായ വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത്, ഈ ദൈവത്തിന് മുൻപാകെ തെറ്റായ കാര്യമാണ്, ലംഘനമാണ്, അകൃത്യമാണെന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും അറിയാതെ പോകുന്നത്. കാരണം എന്താണ്? ഇന്നുള്ള നമ്മുടേതായ ചുറ്റുപാടുകളിൽ, ഇന്ന് നാം ആയിരിക്കുന്ന ലോകത്തിന്റെ സാഹചര്യങ്ങൾ, നമ്മളായിരിക്കുന്ന കൂട്ടുകെട്ടുകൾ, നമ്മുടേതായ പല സാഹചര്യങ്ങളുണ്ട്. കാലക്രമേണ ഈ പാപത്തെ പാപമായിട്ട് കാണുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. പലപ്പോഴും ചിന്തിക്കുന്നത് ഇതൊരു നോർമലായിട്ട് കാര്യമാണ്, ഇതൊരു ട്രെൻഡാണ്, ഇല്ലെങ്കിൽ ഇതൊരു ജീവിതത്തിന്റെ ഭാഗമാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുവാൻ തൊക്കണം ഇടയാകുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ഈ പാപമെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ തൊക്കണം ഇടയാകുന്നത്? പാപത്തെ പാവമെന്ന് അറിയുന്നത് നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പാപത്തെ ഓർമ്മപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവന്റെ പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ ഈ ലോകത്തിലുള്ള ഒരു സിസ്റ്റത്തിനോ ഈ ലോകത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സിനോ ഒരു ടെക്നോളജിക്കോ ഒന്നിനും സാധിക്കത്തില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ, പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. നാം എത്ര ബുക്ക് വായിച്ചാലും, ഏതൊക്കെ മതങ്ങളാണെങ്കിലും, എത്ര പുണ്യപ്രവർത്തികൾ ചെയ്താലും, ഇതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ പാപിയാണ്, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ പാപമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുവാൻ കഴിയില്ല. എപ്പോഴാണോ അവൻ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, അപ്പോൾ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ അവൻ പാപിയാണെന്നുള്ളൊരു ബോധ്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മൾ പാപിയാണ്, അല്ലെങ്കിൽ പാപത്തിലാണ് ജീവിക്കുന്നത്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുണ്ടായത്? ദൈവത്തിൻ്റെ വചനം ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായോ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ ജീവിതത്തിൽ കർത്താവിന് മാത്രമേ എനിക്ക് രക്ഷ തരുവാൻ കഴിയുകയുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല നമ്മൾ കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കോണം ഇടയായത്. യേശു കർത്താവിനെ ജനത്തിൽ സാക്ഷീകരിച്ച് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ജീവിതത്തിൽ വന്ന ആ പാപത്തിന്റെ പഴയ മനുഷ്യനെ മരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഈ നമ്മുടെ ജീവിതത്തിൽ യേശു കർത്താവിനോട് ചേരുവാൻ നാം സ്നാനമേട്ടത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യൻ പാപിയാണെന്നുള്ള ബോധ്യം, തിരിച്ചറിവ് കൊടുക്കുവാൻ കഴിയുള്ളൂ. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു കൂട്ടുകാരോട്, കൊളീഗ്സിനോട് പോയിട്ട് നീ പാപിയാണെന്ന് പറഞ്ഞാൽ അവരാരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? അവരാരും അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവരാരും അഡ്മിറ്റും ചെയ്യത്തില്ല. അവന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ഇടപെട്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലൂടെ സംസാരിച്ചെങ്കിൽ മാത്രമേ അവന്റെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, പല സ്വഭാവങ്ങളും പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഇന്നും ഉണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ യഥാർത്ഥമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ മാത്രമേ, ദൈവത്തിന് നമ്മളെ തന്നെ യഥാർത്ഥമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പല കാര്യങ്ങളും, ഉള്ളിലുള്ള പല കാര്യങ്ങളും അത് പാപമാണെന്നില്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ള ബോധ്യം, തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. ആദാമിന്റെയും ഹവ്വയുടെയും ജീവിതത്തിൽ എപ്പോഴാണ് അവർ പാപം ചെയ്തെന്ന് മനസ്സിലായത്? ദൈവം അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങൾ പാപികളായ മനുഷ്യരാണ്, ദൈവത്തിന്റെ അടുക്കൽ പോകുവാൻ പറ്റത്തില്ല എന്നുള്ളത്. ദാവീദിന്റെ ജീവിതത്തിൽ എപ്പോഴാണ് അവൻ പാപം എന്ന് മനസ്സിലായത്? നാഥാൻ പ്രവാചകൻ വന്ന് ദൈവത്തിന്റെ ആലോചന പറഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായോ, ആ പാപിയായ മനുഷ്യൻ ഞാനാണ്, എന്നിലാണ് ആ പാപ സ്വഭാവം അറിഞ്ഞു കിടക്കുന്നതെന്ന്. നമുക്കറിയാം, ഗേഹസി പാപം ചെയ്തു, ആരും കാണാതെ കൂടാരത്തിൽ വീട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു. അവന്റെ ജീവിതത്തിൽ പാപം എപ്പോഴാണ് വെളിപ്പെട്ടു വന്നത്? എലീശയുടെ മുൻപിൽ കടന്നു വന്നപ്പോൾ അവന്റെ ജീവിതത്തിലെ പാപം വെളിപ്പെടുവാൻ, ഇല്ലെങ്കിൽ പ്രവാചകന്റെ മുൻപിൽ വന്നപ്പോൾ അവന്റെ പാപം വെളിപ്പെടുവാൻ തൊക്കണം ഇടയായി തീർന്നു. ആഹാന്റെ ജീവിതത്തിൽ ആരും കണ്ടില്ല. നോക്കുകയാണെങ്കിൽ കൊണ്ടുപോയി ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട്, മോഷ്ടിച്ചുകൊണ്ട് കൂടാരത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. ആരും ഇസ്രായേലിൽ ഒരു മനുഷ്യൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞു, നിങ്ങളുടെ നടുവിൽ പാപമുണ്ട്, ആ അകൃത്യം ആദ്യം നീക്കിക്കളയുക. എപ്പോഴാണ് ആഹാന്റെ ജീവിതത്തിലെ പാപം വെളിപ്പെട്ടു വന്നത്? ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോഴാണ്. നോക്കുകയാണെങ്കിൽ അനേകം ഉദാഹരണങ്ങളുണ്ട്. അനന്യാസും സഫീറയും നോക്കുകയാണെങ്കിൽ അവർ വീട്ടിലിരുന്ന് തീരുമാനിച്ചു, ബെഡ്റൂമിലിരുന്ന് സംസാരിച്ചതാണ്, വേറെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ പത്രോസിന് മുൻപാകെ കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവരോട് പറഞ്ഞു, അവരുടെ ജീവിതത്തിൽ പാപമുണ്ട് എന്നുള്ള ഒരു കാര്യം. അങ്ങനെ ഓരോ വ്യക്തി ജീവിതങ്ങളെ നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടെന്ന് എപ്പോഴാണ് മനസ്സിലാകുന്നത്? അവൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ മുൻപാകെ അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവന്റെ ജീവിതത്തിലുള്ള തെറ്റുകളും അവന്റെ ജീവിതത്തിലുള്ള കുറവുകളും അവന്റെ ജീവിതത്തിലുള്ള പാപങ്ങളും വെളിപ്പെട്ടു വരുവാൻ തൊക്കണം ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഒന്ന്, നാം പാപത്തെ ഏറ്റു പറയണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ
ചില കാര്യങ്ങൾ നമുക്ക് അനേകം കാര്യങ്ങൾ അറിഞ്ഞ് നാം ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില വിഷയങ്ങൾ നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട്. കാലക്രമേണ നമ്മുടെ ജീവിതത്തിൻ്റെതായ രീതികളിൽ അതൊക്കെ നമ്മളോട് ചേർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാപം എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ യഥാർത്ഥമായിട്ട് ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ, ദൈവത്തിന് മുൻപാകെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നാം നമ്മളോട് സംസാരിക്കുമ്പോൾ, അവിടെ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഇന്നും മറഞ്ഞു കിടപ്പുണ്ട്, ഇന്നും ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇന്നും ഏറ്റുപറയാത്ത ചില വിഷയങ്ങളുണ്ടെന്ന് ദൈവം നമ്മളോട് സംസാരിക്കുവാത്ത ഗുണമിടയായി തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നോക്കിക്കാണെങ്കിൽ അധർമ്മം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപം പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അന്ത്യകാല സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ടൈം, ഒരു പേഴ്സണൽ ടൈം നമ്മൾ ഒരിക്കലും അതിനെ അവഗണിക്കുവാൻ ഇടയാകരുത്. എത്രത്തോളം ദൈവസന്നിധിയിൽ പോയി സമർപ്പിക്കുവാൻ പറ്റുമോ, എത്രത്തോളം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ പറ്റുമോ, എത്രത്തോളം വചന ധ്യാനത്തിൽ നാം ദൈവസന്നിധിയിൽ നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റുമോ, എത്രത്തോളം നമുക്കിങ്ങനെ ഇടദിവസങ്ങളിലും നമ്മുടെ ദൈവസഭകൾ നമുക്കുള്ള കൂട്ടായ്മകളൊക്കെ ലഭിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മളെ കൊണ്ട് സമർപ്പിക്കാൻ പറ്റുമോ, സമർപ്പിച്ചുകൊണ്ടേയിരിക്കും. ദൈവസന്നിധിയിൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. ദൈവം പാപത്തിന്റെ വിഷയങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടേതായ ജീവിതത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന മറഞ്ഞു കിടക്കുന്ന ചില കുറവുകൾ, തെറ്റുകൾ, പാപത്തിൻ്റെതായ വിഷയങ്ങൾ ദൈവം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവിടെ നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. കാരണം കാലം അതിന് അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അധർമ്മം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പാപം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം നമ്മളെ തന്നെ നോക്കാതെ ഈ ഒഴുക്കിൽപ്പെട്ടു പോകുകയാണെങ്കിൽ പാപം പിന്നെയും നമ്മുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. നോക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ, പാപം പെരുകുന്നുണ്ടോ അല്ലെങ്കിൽ അധർമ്മം വർദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു കാര്യം ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരു 1 ജനറേഷൻ ബാക്ക് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു മനുഷ്യൻ ഒരു സിനിമ കാണണമെങ്കിൽ, ഒരു തെറ്റായ ഒരു ഫിലിം വാച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അവൻ ടിക്കറ്റ് എടുത്തിട്ട് സിനിമാ തിയേറ്ററിൽ പോയിട്ട് ക്യൂ നിന്ന് അവിടെ പോയിട്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം, ഞാൻ പറയുന്നത് പാപത്തിൻ്റെ വർധനവാണ്, ഇല്ലെങ്കിൽ നാം ഒഴുക്കിൽപ്പെട്ടു പോകാതിരിക്കാനാണ്. ഇന്നത്തെ ഒരു കാലഘട്ടം ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ എല്ലാം നോക്കിയാണെങ്കിൽ ഫിംഗർ ടിപ്സിൽ ക്ലിക്ക് ഓഫ് എ ബട്ടണാണ് ഈ കാര്യങ്ങളൊക്കെയും ഉള്ളത്. പാപം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു, അധർമ്മം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു. നാം തിരിച്ചറിയുവാൻ ഇടയാകണം. നാം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ, നമ്മുടേതായ ജീവിത തിരക്കുകളുടെ ഇടയിൽ നാം അതിൽപ്പെട്ടു പോവുകയാണെങ്കിൽ പാപം അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ ജിയോ ഒക്കെ എത്രമാത്രം GB ആണ് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നത്. എന്ത് നോക്കിയാണെങ്കിൽ അതിൽ രസിക്കുന്നവർക്ക് അതിൽ തന്നെ അങ്ങനെ തന്നെ രസിച്ച് പോകാം. പാപം ഫിംഗർ ടിപ്പിലാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജനറേഷൻ ഇങ്ങനെ, അടുത്തൊരു ജനറേഷൻ ഞാൻ ചിന്തിക്കുകയാണ്, അവരുടെ മനസ്സിൽ വിചാരിച്ചാൽ മതി, അതൊക്കെയും അവരുടെ മുന്നിൽ ഇന്ന് തന്നെ ആ ടെക്നോളജിയൊക്കെയും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അത്രമാത്രം പാപത്തിൻ്റെ വർധനവ് നമുക്ക് ചുറ്റുമുണ്ട്. കഴിഞ്ഞ 1 ജനറേഷൻ ബാക്ക് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് മദ്യപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? അവൻ മദ്യം വിൽക്കുന്ന ഷോപ്പിൽ ക്യൂ നിന്ന് പോകണമായിരുന്നു. പക്ഷെ ഇന്നെന്ത് ഹോം ഡെലിവറിയാണ്. ഇവിടെയുള്ള ക്യാമ്പുകളിൽ അല്ലെങ്കിൽ ബാച്ചുലർ അക്കോമഡേഷനിലൊക്കെയും പോകുകയാണെങ്കിൽ ഹോം ഡെലിവറി ഫ്രീ. ഉടനെ വിളിച്ച് പറഞ്ഞാൽ മതി, ഉടനെ അടുത്ത് വരും. ഇന്നുള്ള കോളേജുകളൊക്കെ നോക്കിക്കേ, ക്യാമ്പസുകളിലൊക്കെ നോക്കിക്കേ, മയക്കുമരുന്ന് എത്ര സുലഭമായിട്ടാണ് അവിടെയൊക്കെയും ലഭിക്കുവാൻ തൊക്കെ ഇടയാകുന്നത്. എന്തിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്? പാപത്തിൻ്റെ വർധനവ്. പാപം ഈ ലോകത്ത് പെരുകി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ദൈവമക്കളായ നമ്മൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ, നമ്മുടേതായ ജീവിത തിരക്കുകൾ നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ, ദൈവസന്നിധിയിൽ നാം കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, കൂട്ടായ്മകൾ നമുക്ക് ബോറായി തോന്നുന്നുവെങ്കിൽ, കൂട്ടായ്മകൾ നമുക്ക് നാമധേയമായി തോന്നുന്നുവെങ്കിൽ, ചടങ്ങായിട്ട് തോന്നുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം പെട്ടുപോകുന്ന പാപങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോകും. നമ്മുടെ ജീവിതത്തിലുള്ള പാപ സ്വഭാവങ്ങൾ നമുക്ക് ഒരിക്കലും ബോധ്യമാകാതെ പോകും. നാം പാപത്തെ തിരിച്ചറിയുവാനില്ലെങ്കിൽ, പാപത്തെ ബോധ്യമാക്കി തരുവാൻ ഈ ലോകത്തുള്ള ഒരു സിസ്റ്റത്തിനും പറ്റത്തില്ല, ഈ ലോകത്തുള്ള ഒരു മതത്തിനും പറ്റത്തില്ല, ഈ ലോകത്തുള്ള ഒരു ബുക്കിനും പറ്റത്തില്ല. പാപത്തെ ബോധ്യപ്പെടുത്തുവാൻ തരുവാൻ കഴിവുള്ളത് ദൈവത്തിന് മാത്രമാണ്. ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ബോധ്യം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ അന്ത്യകാലത്തിങ്കൽ പാപം പെരുകുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ, ദൈവമക്കളായ നമ്മൾ സൂക്ഷിക്കേണ്ടത്, എനിക്ക് ദൈവത്തോട് എത്രമാത്രം അടുക്കുവാൻ കഴിയും, എനിക്ക് എത്രമാത്രം പേഴ്സണൽ ടൈം, എൻ്റെ പേഴ്സണൽ ടൈമിൽ ബൈബിൾ വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ കൊണ്ട് എത്രമാത്രം കഴിയും. അതിനാണ് പ്രിയമുള്ളവരെ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജോലി അത്യാവശ്യമാണ്, ജോലിയുടെ തിരക്കുകളുണ്ട്, കുടുംബം അത്യാവശ്യമാണ്, കുടുംബത്തിൻ്റെ തിരക്കുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ നടുവിൽ ദൈവമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ഒരു പ്രൈവറ്റ് ടൈം, ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം, നമ്മുടെ കൂടിവരവുകൾ, ഇവിടെയൊക്കെയും എന്താണ്? ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം
നിറഞ്ഞു കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അവിടെയൊക്കെ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കും. പാപം നമ്മുടെ ജീവിതത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നാം അത് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റുപറയുമ്പോൾ അവൻ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുവാൻ ഗുണമിടയായി തീരും. സോ ഒന്നാമത്തെ കാര്യം, പാപം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുപറയണം. രണ്ടാമത്തെ കാര്യം, ഈ അധർമ്മം പെരുകുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പാപം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ദൈവിക സാന്നിധ്യത്തിൽ കടന്നു വരുവാൻ, ദൈവസഭയിൽ കടന്നു വരുവാൻ, അല്ലെങ്കിൽ ദൈവമായിട്ട് എത്രമാത്രം അടുക്കുവാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ബിസിയാകുന്ന സ്കെഡ്യൂൾ, ഇല്ലെങ്കിൽ ബിസിയാണ്, ഇല്ലെങ്കിൽ പല തിരക്കുകളും ഉണ്ടെന്ന് പറഞ്ഞ് നാം ഇതിനെ മാറ്റി വെക്കുവാൻ തക്കണം ഇടയാകരുത്, ഇല്ലെങ്കിൽ ആ ഒഴുക്കിൽപ്പെട്ട് നാമും പോകുവാൻ തക്കണം ഇടയായി തരും. മൂന്നാമത്തെ കാര്യം പറഞ്ഞിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളതിനെ ഹൈഡ് ചെയ്യുവാൻ തക്കണം ഇടയാകരുത്, അല്ലെങ്കിൽ അതിനെ മൂടി വയ്ക്കുവാൻ തക്കണം ഇടയാകരുത്, അല്ലെങ്കിൽ അതിനെ പിന്നെയും ക്യാരി ചെയ്ത് സാരമില്ല എന്ന് പറഞ്ഞ് തുടർമാനമാണ് അത് ചെയ്തുകൊണ്ട് പോകരുത്. ചില വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ പറ്റത്തില്ല. പലതിനും ചില വിഷയങ്ങളൊക്കെ മുറുകെ പറ്റുന്ന പാവങ്ങൾ പിന്നെയും നമ്മൾ അതിനെ തുടർമാനമായിട്ട് ചെയ്ത് മുൻപോട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങൾ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പാപത്തെ കവർ ചെയ്യരുത്, ഒരിക്കലും പാപത്തെ ഹൈഡ് ചെയ്യരുത്, ഒരിക്കലും പാപത്തെ ക്യാരി ചെയ്ത് മുൻപോട്ട് ജീവിക്കരുത്. ഈ പാപം എന്നുള്ള വിഷയം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അത് നമ്മളെ നിത്യ നരകത്തിൽ. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെയും പിന്നെയും പറയുന്നത്. കാരണം അവൻ പാപം ചെയ്തിട്ടില്ല, ആ യേശു കർത്താവിനെ പോലെ ആകുവാനാണ് വിളിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തിൽ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തെ നമ്മുടെ ജീവിതത്തിൽ നാം കവർ ചെയ്ത് നടക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ എഴുതിയ ലേഖനം അതിൽ 1-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. 1 John chapter 1 verse 10. അവന്റെ വചനം നമ്മളില്ലാതെയായി. നമ്മുടെ ജീവിതത്തിൽ നാം പാപത്തെ ഹൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പാപത്തെ ദൈവത്തോട് ഏറ്റു പറയാതിരിക്കുകയാണെങ്കിൽ അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇതാരോടാണ് പറയുന്നത്? അവിടെയുള്ള ദൈവമക്കളോട് പറയുന്ന കാര്യമാണ്. നോക്കുകയാണെങ്കിൽ ഈ വചനം എന്താണ്? ഈ വചനം ജീവനും ശക്തിയുമുള്ള വചനമാണ്. ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്ന വചനമാണ്. ഈ വചനം നമ്മൾ ഇല്ലാതെയായി പോകും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ വചനം വായിക്കുന്നവരായിരിക്കാം, വചനം കേൾക്കുന്നവരായിരിക്കാം, പക്ഷേ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവേദിയാക്കുന്നു. വി ലൂസ് ദ വേർഡ് ഓഫ് ഗോഡ് എന്നാണ് കാണുന്നത്. വചനം നമ്മൾ നഷ്ടമായി പോകും. വചനം കേൾക്കും, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവും കാണത്തില്ല. വചനം കേൾക്കും, യാതൊരു ശുദ്ധീകരണവും കാണത്തില്ല. വചനം കേൾക്കും, നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ കാണത്തില്ല. പാപത്തെ നമ്മുടെ ജീവിതത്തിൽ കവർ ചെയ്യാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിനോട് സംസാരിക്കുമ്പോൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനം നമ്മളെ ശുദ്ധീകരിക്കുവാൻ, വചനം നമ്മളെ ജീവിപ്പിക്കുവാൻ ഗുണപടിയായി തരും. രണ്ടാമത്തെ കാര്യം അതിൽ 6-7 വാക്യങ്ങൾ വായിക്കാം. 1 John chapter 1 verse 6 and 7. സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ നമ്മുടെ പാപത്തെ കവർ ചെയ്യുകയാണ്. If we cover our sins, we lose fellowship with God. നമ്മുടെ ജീവിതത്തിൽ പാപത്തെ കവർ ചെയ്ത് ഹൈഡ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ തക്കണമിടയായി തരും. ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുവാൻ തക്കണമിടയായി തരും. അതിൻ്റെ അർത്ഥം നമ്മൾ ആരും പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നില്ല, പാട്ട് പാടുന്നില്ല, സാഹസ്യം, അതല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ നാം ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ദൈവമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുവാൻ തക്കണമിടയായി തരും. വി ലൂസ് അവർ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഇഫ് വി കവർ അവർ സിൻസ്, 1 യോഹന്നാൻ 2-4 വാക്യം വായിക്കാം. 2:4. അവൻ കള്ളനാകും. വി ലൂസ് അവർ ക്യാരക്ടർ. നാം കർത്താവിനെ അറിഞ്ഞിരിക്കുന്നു പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്യാരക്ടർ നഷ്ടപ്പെടുവാൻ ഗുണമിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ സത്യം നഷ്ടപ്പെടുവാൻ ഗുണമിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ വ്യാജം കടന്നു വരുവാൻ ഗുണമിടയായി തീരും. നമ്മുടെ ജീവിതത്തിൽ കപടം കടന്നു വരുവാൻ ഗുണമിടയായി തീരും. വി ലൂസ് അവർ ക്യാരക്ടർ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തെ കവർ ചെയ്യുവാൻ ഗുണമിടയാകരുത്. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായിരിക്കണം. അങ്ങനെയെങ്കിൽ അവൻ കള്ളനാവും. ക്യാരക്ടർ നഷ്ടപ്പെടുവാൻ ഗുണമിടയായി തീരും. പ്രിയമുള്ളവരെ,
നമ്മുടെ രാത്രികാലം മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാവത്തെ നമ്മൾ ഏറ്റുപറയണം. പാവത്തെ ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ ദൈവം എങ്ങനെയാണോ അവിടെ ഒന്നും പോളിഷോ ന്യായീകരിക്കാൻ ഒന്നും കാണും. ദൈവം അതിനെ പാവമാണെങ്കിൽ ഞാൻ നിന്നോട് പാപം ചെയ്തു എന്ന് ദൈവത്തിന് മുൻപാകെ ഏറ്റുപറയുവാൻ തൊക്കണം ഇടയായിത്തീരണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ പാവത്തെ ബോധ്യപ്പെടുത്തി തരുവാൻ കഴിയത്തുള്ളൂ, വേറൊന്നിനും കഴിയത്തില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതലായി ദൈവത്തോട് അടുക്കുക. ദൈവത്തോട് അടുക്കും തോറും ദൈവം നമ്മുടെ കുറവുകളെ, തെറ്റുകളെ, പോരായ്മകളെല്ലാം ചൂണ്ടിക്കാണിക്കും. അത് നമ്മളെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാൻ തൊക്കണം ഇടയായിത്തീരും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപത്തെ ഹൈഡ് ചെയ്യരുത്, പാപത്തെ കവർ ചെയ്യരുത്, പാപത്തെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കരുത്. നാം നമ്മുടെ ജീവിതത്തിൽ പാപത്തെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, വി ലൂസ് ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട്, വി ലൂസ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ്. മൂന്ന്, വി ലൂസ് അവർ ക്യാരക്ടർ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കരുത്. നാം ഓരോരുത്തരും യേശു കർത്താവിനെ പോലെയാകണം. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. ഈ യേശു കർത്താവിനെ കാഴ്ചകൾ പിന്തുടരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ.